അങ്ങനെ ഇന്ന് ദുബായ് ഫ്രെയിം കാണാൻ പോയി. ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തതുകൊണ്ട് ടിക്കറ്റിന് ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പക്ഷേ കയറാൻ വേണ്ടി അതിൻ്റെ മുന്നിൽ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. നേരത്തെ പോയതുകൊണ്ടായിരിക്കാം വലിയ തിരക്കില്ലായിരുന്നു. അവിടെ ഒരു മ്യൂസിക്കൽ ഫൗണ്ടനൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് കയറിയപ്പോഴും ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. കൂടാതെ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ വന്നിട്ട്. ഇതിൻ്റെ പ്രിൻ്റ് പിന്നീട് കിട്ടുമായിരിക്കാം. അങ്ങനെ നടന്ന് നേരെ ലിഫ്റ്റിലേക്ക് കയറി. ആ ലിഫ്റ്റ് പൊങ്ങുമ്പോൾ ഓൾഡ് ദുബായിയുടെ നല്ലൊരു വ്യൂ കിട്ടും നമുക്ക്. 150 മീറ്റർ പൊക്കമുള്ള മുകളിലത്തെ ഡെക്കിൽ കയറി നോക്കിയപ്പോൾ തന്നെ ദുബായിയുടെ സ്കൈ ലൈൻ അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. കൂടാതെ മറ്റേ സൈഡിൽ നോക്കുമ്പോഴേക്കും നമ്മുടെ ഓൾഡ് ദുബായിയുടെ ഒരു വ്യൂവും, ഒരു സൈഡ് ഓൾഡ് ദുബായ്, മറ്റേ സൈഡിൽ പുതിയ ദുബായ് സ്കൈ ലൈൻ. ഇതാണ് ദുബായ് ഫ്രെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുന്നതും താഴോട്ട് നോക്കുന്നതൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ നേരത്തെ താഴെ കണ്ട മ്യൂസിക്കൽ ഫൗണ്ടനും ആ വെയിറ്റിംഗ് ഏരിയയൊക്കെ ആയിരുന്നു ഇത്ര ചെറുതായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഈ ഹൈറ്റിൽ നിന്ന് താഴെ കൂടെ പോകുന്ന വണ്ടികളും പിന്നെ ആ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കാണാൻ പൊളിയായിരുന്നു. ഇതെല്ലാം കൂടാതെ മുകളിൽ ചെറിയൊരു കാഫറ്റീരിയ ഉണ്ട്. അവിടെ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ കിട്ടും. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വ്യൂവും എല്ലാം കൂടിയായിട്ട് അടിപൊളിയായിരുന്നു ദുബായ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ്. അങ്ങനെ എല്ലാം കണ്ട് താഴോട്ടേക്ക് ഇറങ്ങി. താഴോട്ടിറങ്ങുമ്പോഴും നമ്മൾ മുകളിലോട്ട് കയറിയതുപോലെ ആ ലിഫ്റ്റിൻ്റെ എക്സ്പീരിയൻസ് അത് വേറെ ലെവലായിരുന്നു. നേരത്തെ ഓൾഡ് ദുബായാണ് കണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടത് ന്യൂ ദുബായാണ്.